പ്രിയമുള്ളവരെ, ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ആഘോഷമാണ്. ഹൃദയത്തിൽ നന്മയുള്ളവർക്ക്, ദൈവസ്നേഹം ജീവിതത്തിൽ സ്വീകരിക്കുവാൻ സാധിക്കുന്നവർക്ക്, മറ്റുള്ളവർക്ക് സ്നേഹവും നന്മയും നൽകുവാൻ സാധിക്കുന്നവർക്ക് ക്രിസ്മസ് എന്നും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ വർഷത്തെ ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ പുൽക്കൂട്ടിലെ ഉണ്ണീശോ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയ ഒരു സത്യമുണ്ട്. ഈ ലോകത്തിലെ ഓരോ മനുഷ്യൻ്റെയും രക്ഷയ്ക്കായി ദൈവം ഭൂമിയിൽ പിറന്നെങ്കിലേ ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനായിട്ട് കടപ്പെട്ടവരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ള സത്യം. എങ്ങനെ അത് സാധ്യമാകുന്നത്? മറ്റുള്ളവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ, മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരുമ്പോൾ, അവരുടെ ദുഃഖങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുമ്പോൾ, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുമ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ ജീവിതാനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കുന്നവരും മറ്റുള്ളവർക്ക് ആ സന്ദേശം പകർന്നു നൽകുന്നവരുമായിട്ട് തീരുന്നുണ്ട്. ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരും പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ തേടി വന്നത് ഈ സന്തോഷവും നന്മയും ഹൃദയത്തിൽ ഉള്ളതുകൊണ്ടാണ്. ഈ വർഷത്തെ ക്രിസ്മസ് നമുക്കും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായി, മറ്റുള്ളവർക്ക് സ്നേഹം പകരുവാനായി, മറ്റുള്ളവർക്ക് സേവനം നൽകുന്ന ഒരു അനുഭവമാക്കി തീർക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ക്രിസ്മസിൻ്റെ സന്തോഷവും സ്നേഹവും സമാധാനവും നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.